السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. അഭിവന്യരായ സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി, ഈ നാട്ടിലെ ദീനീ പ്രവർത്തനങ്ങൾക്ക് കൂടി നേതൃത്വം നൽകുന്ന ആദരണീയരായ അബ്ദുൽ സമദ് സാഹിബ്, വേദിയിലുള്ള അഭിവന്യരായ മഹല്ല് ഭാരവാഹികൾ, ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണാൻ ആഗ്രഹിച്ച സമുദായത്തിലെ അംഗങ്ങളാണ് ഞാനും നിങ്ങളും. മൂസാ നബി അലൈഹിസ്സലാം ആവാൻ കൊതിച്ചിരുന്നത് നമ്മെ പോലെ ഈ സമുദായത്തിലെ ഒരു മെമ്പർ എന്ന സ്ഥാനമായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട്, റബ്ബേ, എന്നെ ഈ സമുദായത്തിലെ ഒരു അംഗമാക്കി തരണം എന്ന് ദുആ ചെയ്തതായി മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയിലും ചില മക്കളിലും അള്ളാഹു നൽകാത്ത വലിയ നിഅമത്ത്, പരിശുദ്ധ ഇസ്ലാം എന്ന നിഅമത്ത് നൽകപ്പെട്ട് അനുഗ്രഹീതരാണ് നമ്മളെല്ലാവരും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ എളാപ്പക്ക് അള്ളാഹു കൊടുക്കാത്ത വലിയ നിഅമത്തായിരുന്നു ഇസ്ലാം എന്ന നിഅമത്ത്. അത് ലഭിച്ച ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്ന നമ്മൾ ഉൾക്കൊള്ളുന്ന എല്ലാ സത്യവിശ്വാസികളും. നമ്മെക്കുറിച്ചാണ് പരിശുദ്ധ കഅബയെ നോക്കി ഒരിക്കൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഹുർമത്തുൽ മുഅ്മിനി അഅളമു മിൻ ഹുർമതിക്. കഅബയെ നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സത്യവിശ്വാസിയുടെ പവിത്രത നിന്റെ പവിത്രതയേക്കാൾ വലുതാണ്. അഥവാ പരിശുദ്ധ കഅബയേക്കാളേറെ പവിത്രതയുള്ളവരാണ് ഓരോ സത്യവിശ്വാസിയും എന്ന് പരിചയപ്പെടുത്തുകയായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊരു സത്യവിശ്വാസികളുടെ ഗണത്തിൽപ്പെട്ടു എന്നുള്ളത് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. എത്രയോ ആളുകൾ ആവണമെന്ന് അമ്പിയാക്കൾ കൊതിച്ച ഒരു സ്ഥാനം. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിലെ പലർക്കും, നൂഹ് നബി അലൈഹിസ്സലാമിനോടൊപ്പം കിടന്നുറങ്ങിയ ഭാര്യക്കും വീട്ടിൽ താമസിച്ച മകനും അള്ളാഹു നൽകാത്തൊരു നിഅമത്ത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ എളാപ്പാക്ക് അള്ളാഹു കൊടുക്കാത്തൊരു നിഅമത്ത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലെ പല ആളുകൾക്കും അള്ളാഹു നൽകാത്ത ഒരു വലിയ അനുഗ്രഹം നമ്മിൽ അള്ളാഹു നൽകിയതിന്റെ പിന്നിൽ ചില രഹസ്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഭൂമിയിൽ അള്ളാഹു തആല അള്ളാഹുവിന്റെ ഖലീഫയായി, റബ്ബിന്റെ പ്രതിനിധിയായി നിശ്ചയിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്തത് സത്യവിശ്വാസികളെയാണ്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ബാധ്യതയെയും നമ്മുടെ ഉത്തരവാദിത്തത്തെയും തിരിച്ചറിയേണ്ടത്. അള്ളാഹു തആല ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രതിനിധി എന്ന ഭാഷയിൽ തയ്യാറാക്കി വെച്ചത് നമ്മെയാണ്. ഒരു വലിയ സമ്മേളനം നടക്കുമ്പോ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പ്രതിനിധി ഒന്നോ രണ്ടോ മൂന്നോ പേര് ഒരു സമ്മേളനത്തിൽ വന്ന് സംസാരിക്കുന്ന പോലെ ഈ ഭൂമിയിലെ 600 കോടി ജനങ്ങളുടെ മുമ്പിൽ അള്ളാഹുവിന്റെ സന്ദേശം പറയാനും അള്ളാഹുവിനെ പരിചയപ്പെടുത്താനും അള്ളാഹുവിന്റെ പ്രതിനിധി എന്നോണം അള്ളാഹു വളരെ ആദരിച്ചുകൊണ്ട് നൽകുന്ന, പ്രത്യേകം തെരഞ്ഞെടുക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിലാണ് നമ്മിൽ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും മറന്നു പോകാതിരിക്കാൻ ശ്രമിക്കണം. നമ്മൾ മുഅ്മിനായിരിക്കെ നമ്മുടെ ഉത്തരവാദിത്തം എന്താണെന്ന് നാം തിരിച്ചറിയണം. മഹാന്മാർ ഓർമ്മപ്പെടുത്തുന്ന പോലെ
ഒരു സത്യവിശ്വാസി എല്ലാ സമയത്തും തുഹൂറായ വെള്ളം പോലെയാവണം. തുഹൂറായ വെള്ളം പോലെയാവണം എന്ന് പറഞ്ഞാൽ അവനിലും ശുദ്ധി വേണം, മറ്റുള്ളതിനെ ശുദ്ധീകരിക്കാൻ അവൻ സാധിക്കുന്നവനാവുകയും വേണം. സ്വന്തം ശുദ്ധി വേണം, മറ്റുള്ളവരെ ശുദ്ധീകരിക്കാൻ അവന് കഴിയുകയും വേണം. അങ്ങനെ ചെയ്യണമെന്നാണല്ലോ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. നിങ്ങൾ നിങ്ങളെ മാത്രം ശുദ്ധീകരിക്കാൻ കഴിഞ്ഞവരായാൽ പോരാ, നിങ്ങൾ നിങ്ങളെ കുടുംബത്തെ കൂടി ശുദ്ധീകരിക്കാൻ കഴിഞ്ഞിരുന്നവരാവണം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതൊരു കുടുംബത്തിലും ഒതുങ്ങുന്നില്ല. പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി എല്ലാവരിലേക്കും ഈ നന്മയുടെ വെളിച്ചം കൈമാറാൻ പറ്റുന്ന ആളുകളായി സത്യവിശ്വാസികൾ മാറണം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ മറ്റുള്ളവരെ ശുദ്ധീകരിക്കാൻ സാധ്യമാവുക എന്നതിന്റെ അപ്പുറം നമ്മെ ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തനത്തിലേക്ക് തന്നെ പലപ്പോഴും എത്തിപ്പെടാതെ പോകുന്നവരാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഈ മജ്‌ലിസിലായതുകൊണ്ട് ഒരു പക്ഷേ നന്മയെ മാത്രം കേൾക്കുകയും നന്മ മാത്രം പ്രവർത്തിക്കുകയും ചെയ്തൊരു ദിവസമാവും. എന്നാൽ ഇന്നത്തെ ദിവസം മാറ്റിവെച്ച് ഇന്നലെയും മിനിയാന്നും ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പരിശുദ്ധമായ ഹജ്ജുമായി ബന്ധപ്പെട്ട വിശാലമായ ക്യാമ്പ് നടക്കുന്നത് കൊണ്ട് അതിലും ഇടപെട്ട് നമ്മുടെ കുറെ സമയം നന്മയുടേതാവും. അതിന്റെ അപ്പുറത്തുള്ളൊരു ദിവസത്തെ നിങ്ങളൊന്ന് കൂട്ടി നോക്ക്. ഒരു ദിവസത്തിലെ 24 മണിക്കൂറിന്റെ ഇടയിൽ നാം ചെയ്യുന്ന കർമ്മങ്ങളെ മുഴുവനൊന്ന് പരിശോധിച്ചാൽ അതിൽ അല്ലാഹുവിനെ അനുസരിച്ച് ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ച് ചെയ്തത്, ഇബ്ലീസിനെ അനുസരിച്ച് ചെയ്തത്, സ്വന്തം താല്പര്യത്തിന് വഴങ്ങി ചെയ്തത്, ഇങ്ങനെ 4 പാർട്ടായി വിഭജിച്ചൊന്ന് എണ്ണി നോക്കിയാൽ കൂടുതൽ കാണാൻ സാധ്യമാകുക ഒന്നെങ്കിൽ സ്വന്തം താല്പര്യത്തിന് ചെയ്തതോ അതല്ലെങ്കിൽ ഇബ്ലീസിനെ അനുസരിച്ച് ചെയ്തതോ ആയിരിക്കും. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്ത് മനുഷ്യനോട് ഏത് കർമ്മത്തെക്കുറിച്ചും 3 ചോദ്യങ്ങളുണ്ടെന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം അബൂ ഹമീദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അല്ലാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും 3 ചോദ്യങ്ങളെ ചോദിക്കും. ഒന്നാമത്തെ ചോദ്യം ലിമാ എന്ന ചോദ്യമാണ്. എന്താണ് നീ ഈ കാര്യം ചെയ്യാനുള്ള പ്രചോദനം എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഏത് സ്ഥലത്തേക്ക് പോയിരുന്നു എന്ന് പറഞ്ഞാലും ഏതൊരു കാര്യം ചെയ്തിരുന്നു എന്ന് പറഞ്ഞാലും അള്ളാഹുവിന്റെ ആദ്യത്തെ ചോദ്യം നീ ഇത് ചെയ്യാനുള്ള കാരണം എന്താണ് എന്നാണ്. അള്ളാഹുവോ റസൂലോ പറഞ്ഞത് കൊണ്ടാണോ, ഇബ്ലീസ് ആവശ്യപ്പെട്ടത് കൊണ്ടാണോ, നിന്റെ സ്വയം താല്പര്യത്തിന് വഴങ്ങിക്കൊണ്ടാണോ എന്ന ചോദ്യമില്ലാതെ ഒരു വിഷയത്തിലെ ഹിസാബും പൂർത്തിയാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ കർമ്മങ്ങളെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയാൽ കൂടുതൽ ഏത് ഭാഗത്താണ് ഉണ്ടാവുക എന്ന് സ്വയം ചിന്തിച്ചു നോക്കണം. മുഅ്മിനെ, നമ്മളൊരു തുഹൂറായ വെള്ളം പോലെയാവാൻ ശ്രമിക്കണം. നമ്മിൽ വലിയ ശുദ്ധി ഉണ്ടാവണം, വെളിച്ചം കയറുന്ന ഒരവസ്ഥ വരണം. ഈ മഖബൂലും മബ്രൂറുമായ രീതിയിൽ ചെയ്യാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ ഹജറുൽ അസ്വദ് കാണുമ്പോ കറുത്ത നിറത്തിലാണ് കാണാറുള്ളത്, കറുത്ത നിറത്തിലാണ് കാണാറുള്ളത്. ഇടയ്ക്കിടെ ശുദ്ധീകരിക്കപ്പെടുന്ന ഹജറുൽ അസ്വദ് മനുഷ്യൻ തിന്മ ചെയ്ത് ചുംബിച്ചപ്പോ മനുഷ്യന്റെ പാപത്തിന്റെ അടയാളം ഹജറുൽ അസ്വദിന്റെ മുകളിൽ കാണുന്നുവെങ്കിൽ ഓർക്കണേ, നാം ഇങ്ങനെ തിന്മ ചെയ്തു പോകുന്ന സമയം ഇതുപോലെ ഒരു ഇരുണ്ട നിറം നമ്മുടെ ഹൃദയത്തിന് വന്നു പോകുന്നുണ്ട്. ഒരു തിന്മ ചെയ്യുമ്പോ ഒരു കറുത്ത പുള്ളി വീഴുന്നുണ്ട്. ഒരു തിന്മ ചെയ്ത ഒരാൾ ഹജറുൽ അസ്വദിനെ മുത്തുമ്പോ ഹജറുൽ അസ്വദിന്റെ കറുപ്പിനൊന്ന് മാറ്റം വരുന്നുണ്ട്. എന്ന പോലെ ഓരോ തിന്മയും നമ്മുടെ ഹൃദയത്തിന് ഇരുട്ടറകളെ സമ്മാനിക്കുന്നുണ്ട്. ആ അടയാളപ്പെടുത്തലെങ്ങാനും നമ്മുടെ മുഖത്തായിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാൾ വരെ തൗബ ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും നാം തൗബ ചെയ്യുമായിരുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഒരു തിന്മ ചെയ്യുമ്പോൾ ഒരു കറുത്തടയാളം വരും, നുക്തത്തുൻ സൗദാ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. തിന്മ ഇങ്ങനെ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരു 2 മണിക്കൂർ ഒരാൾ ഒരു അനാവശ്യം കാണുമ്പോ അവന്റെ ഹൃദയം ഒരുപാട് കറുത്തിരുണ്ടതാവും. കറുപ്പിന്റെ അടയാളം ഹൃദയത്തിലായത് കൊണ്ടല്ലേ നമ്മൾ ധൈര്യത്തോടെ എണീറ്റ് നടക്കുന്നത്. അതെങ്ങാനും അല്ലാഹു നിശ്ചയിച്ചത് നമ്മുടെ മുഖത്തായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ മുഖത്തിന് ഇന്ന് ശുദ്ധീകരിക്കാൻ തൗബ മാത്രം പരിഹാരമുള്ള ഒരവസ്ഥ വരുമ്പോ നമ്മൾ മുഴുസമയം തൗബയിലായി ജീവിക്കേണ്ട സാഹചര്യമോ അല്ലെങ്കിൽ തിന്മയെ ആലോചിക്കാത്തയോ തിന്മ ചെയ്യുമ്പോ
കറുപ്പിലെ കറുത്തുകൊണ്ടേയിരിക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാകണം. സത്യവിശ്വാസ മനുഷ്യരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ 4 തരം ആളുകളുണ്ട്. പരിശുദ്ധ ദീൻ പരിചയപ്പെടുത്തുന്ന 4 തരം ആളുകളുണ്ട്. ചില ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയത് അവരുടെ ഹൃദയം മരുഭൂമിയിൽ വീണ് കിടക്കുന്ന ഒരു തൂവൽ പോലെയാവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. മരുഭൂമിയിൽ വീണ് കിടക്കുന്ന തൂവലിന്റെ സ്വഭാവം അത് എവിടെ നിന്ന് കാറ്റ് വന്നാലും അതിനനുസരിച്ച് പാറിക്കളിക്കുന്നതാവും. മരുഭൂമിയിൽ വീണ് കിടക്കുന്ന ഒരു തൂവലിന്റെ സ്വഭാവം നിങ്ങൾ ഓർത്തു നോക്കൂ. ചില മനുഷ്യരുടെ ഹൃദയം മരുഭൂമിയിൽ വീണ് കിടക്കുന്ന തൂവൽ പോലെയാണെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ പടിഞ്ഞാറിന് കാറ്റ് വന്ന അവൻ കിഴക്കോട്ട് പോവും, കിഴക്കിൽ നിന്ന് കാറ്റ് വന്ന പടിഞ്ഞാറിലേക്ക്. എന്നിലും നിങ്ങളിലും ഉള്ളത് എന്ന് സ്വയം ഓർത്തു നോക്കുക. മറ്റു ചില ആളുകളുണ്ട്, അവരുടെ ഈമാനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് ഒരു മരത്തിൽ കെട്ടിയിട്ട മൃഗത്തെ പോലെയാകും. ചില സത്യവിശ്വാസി മൃഗത്തെ ഒരു മരത്തിൽ കെട്ടിയിട്ടാൽ അത് എത്രമേക്കാനുള്ള മനസ്സും മനോഭാവവും കാത്തു സൂക്ഷിക്കുന്ന ആളുകളാവും. ആ അവസ്ഥയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് എന്റെ നഫ്സിനെ ഉപദേശിക്കുകയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. മരുഭൂമിയിൽ വീണ് കിടക്കുന്ന തൂവല് പോലെ ഹൃദയത്തെ സാഹചര്യം അത് കുറച്ചൊക്കെ മേയാൻ പോയാലും പിന്നെ കെട്ടിയിട്ട മരത്തിന്റെ തണലിലേക്ക് തന്നെ വന്നിരിക്കുന്ന പോലെ തിന്മയിലേക്ക് അല്പമങ്ങ് കയറിപ്പോയാലും വേഗം ഈമാനിലേക്ക് തിരിച്ചു. തിന്മ ചെയ്യണമെന്നങ്ങ് തോന്നുമ്പോഴേക്ക് അവർക്ക് അല്ലാഹുവിനെ ഓർമ്മ വരും. മുത്തഖീങ്ങളെ അല്ലാഹു പരിചയപ്പെടുത്തിയതാണ്. ഇബ്ലീസ് അവരെ വന്നൊന്ന് സ്പർശിച്ചാൽ മതി, ഹറാമ് ചെയ്യാൻ അവസരമുണ്ടല്ലോ എന്ന ബോധം ഇബ്ലീസ് അവരുടെ ഹൃദയത്തിലേക്ക് നൽകുന്ന സമയമാകുമ്പോഴേക്ക് അവരെ ഖൽബിൽ ഇദാഹും മുബ്സിറൂൻ 4 നാശങ്ങളെ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഓരോ തിന്മയും മനുഷ്യന്റെ ബുദ്ധിയിൽ കുറവ് വരുത്തുമെന്നതാണ്. മൻ ഖാറഫ ദംബ ഫാറഖഹു അഖ്ലുൻ ലാ യഊദു ഇലൈഹി അബദാ. അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു തിന്മ ചെയ്താൽ മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് അല്പം നീങ്ങിപ്പോവും. പഴയകാലത്തെ ആളുകളെ അപേക്ഷിച്ച് ബുദ്ധി കുറയുന്ന ആളുകളാണല്ലോ പുതിയ തലമുറയിൽ വളരുന്നത്. ഈ ഇരിക്കുന്ന പ്രായമുള്ള ആളുകളുടെ മെമ്മറി പവറോളം ഉണ്ടാവില്ല വളർന്നു വരുന്ന തലമുറയിലെ ഒരു സുഹൃത്തിന്റെ മെമ്മറി കപ്പാസിറ്റി. പ്രായമുള്ള ഒരാള്, ഈ സദസ്സിൽ തന്നെ പ്രായമുള്ള ആളുകളുണ്ടല്ലോ, അവരിങ്ങനെ ഏതോ അകന്ന കുടുംബത്തെ കണ്ടാലും പറയും ഇത് ഇന്നാലിന്ന ബന്ധത്തിലെ ഇന്നാലിന്ന ആളുടെ ഇന്നാലിന്ന മോനാന്നൊക്കെ പറയും. നമ്മളിങ്ങനെ എങ്ങനെ കൂട്ടി നോക്കിയാലും അത് പരിചയപ്പെടൽ വലിയ പ്രയാസമാവും. പ്രായമുള്ള ഒരു കച്ചവടക്കാരന്റെ മുന്നിലെത്തിയാൽ ഒരു 100 സാധനം പർച്ചേസ് ചെയ്ത് അവരൊന്ന് കാൽക്കുലേഷൻ നടത്തുമ്പോ അവർക്ക് പേന കൊണ്ടൊന്ന് വരക്കാനേ ആവശ്യമുണ്ടാവൂ. എന്നാൽ ഇന്ന് CA കഴിഞ്ഞ് അക്കൗണ്ട്സിൽ PhD എടുത്ത ഒരു ചെറുപ്പക്കാരൻ വന്നാൽ പോലും അത്ര വേഗതയിലുള്ള കാൽക്കുലേഷൻ നടക്കില്ല. പൂർവിക തലമുറയുടെ ഓർമ്മശക്തിയോളം വരുന്നില്ല പുതിയ തലമുറയുടെ ഓർമ്മശക്തി. തിന്മ ചെയ്യുന്നതിനനുസരിച്ച് മനുഷ്യന്റെ ബുദ്ധിയിൽ കുറവുണ്ടാകും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചൊരു യാഥാർത്ഥ്യമാണ്. ആധുനിക പഠനങ്ങളും ഇതിനെ ശരിവെക്കുന്നുണ്ട്. 2015 ലോകത്തെ ഏറ്റവും പ്രധാന യൂണിവേഴ്സിറ്റികളിലൊന്നായ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ മോശമായ കാര്യങ്ങളെ കാണുന്ന ചെറുപ്പക്കാരുടെ ബ്രെയിൻ ആക്ടിവിറ്റിയെ കുറിച്ച് ഒരു പഠനം നടന്നിരുന്നു. മോശമായത് കാണുന്ന ആളുകളുടെ തലച്ചോറിനെ കുറിച്ച് പഠിച്ചു. വൃത്തികെട്ട വീഡിയോ കാണുന്ന 19 ചെറുപ്പക്കാരുടെ തലച്ചോറിനെ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ന്യൂറോയുടെയും സൈക്കോയുടെയും ഏറ്റവും പ്രഗത്ഭരായ സ്കോളേഴ്സ് ഒരു MRI സ്കാനിങ്ങിന് വിധേയമാക്കി. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് പരിശോധിച്ചാൽ വളരെ വിശദമായ ഈ പഠന റിപ്പോർട്ട് ഇന്നും ലഭ്യമാണ്. 19 ചെറുപ്പക്കാരുടെ തലച്ചോറ് MRI സ്കാൻ ചെയ്തു. മോശമായ വീഡിയോ കണ്ട ശേഷമാണ് MRI സ്കാൻ ചെയ്തത്. നോക്കിയപ്പോ സാധാരണ ഡ്രഗ് അഡിക്ഷനുള്ള സ്ഥിരമായി മദ്യപിക്കുന്ന ആളുകളുടെ മൂന്നാമത്തെ അദാബാണ് ഇഖാബു സയ്യിഅത്തിൻ സയ്യിഅത്തുൻ ബഅദഹാ. ഒരു തിന്മ ചെയ്താൽ
അല്ലാഹു തആല അത് കാരണമായി റമദാൻ 26 രാവിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും. റമദാൻ 26 വായിച്ചു വേണം ഒന്ന് ഖൽബ് ശുദ്ധിയാകാൻ എന്ന് ആഗ്രഹിക്കല്ലേ. പരമാവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കിൽ ഒരു തിന്മ ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾ ഓർത്തു നോക്കൂ. പക്ഷേ ഓർക്കണേ, നമ്മൾ ഈ പരിശുദ്ധ ശഅബാൻ മാസത്തിലെ അവസാന രാവുകൾ വരുന്നിടത്ത് നമ്മൾ ഓർക്കണം, ഈ ഭൂമിയിൽ അല്ലാഹു തആല വഴി കാണിക്കാൻ ഒരാളെയും വഴി കേടാക്കാൻ ഒരാളെയും നിശ്ചയിച്ചിരുന്നു. വഴി കാണിക്കാൻ അല്ലാഹു നിശ്ചയിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. അവിടെ നിന്നേ വഴി ലഭിക്കൂ, അവിടെ നിന്നേ വെളിച്ചം ലഭിക്കൂ. ഈ ഒരു ബൾബിന്റെ താഴെ നിൽക്കുമ്പോ, ഒരു സൂര്യപ്രകാശത്തിൽ വന്നു നിൽക്കുമ്പോ നമുക്ക് വെളിച്ചമുള്ള പോലെ ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യന്റെ ഹൃദയത്തിനും വെളിച്ചം നൽകാൻ മുനീർ എന്ന് പേരിട്ട് അല്ലാഹു പറഞ്ഞയച്ചാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. അല്ലാഹു തആല പ്രകാശിപ്പിക്കുന്നവൻ എന്ന് പേരിട്ട് വിളിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. അതുകൊണ്ട് തന്നെ നൂറ് ലഭിക്കണമെങ്കിൽ മദീനയുടെ കാൽപാദത്തിൽ തന്നെ വന്നിരിക്കണം. പ്രകാശിപ്പിക്കുന്ന ആൾ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാത്തിലും മാതൃക. പക്ഷേ പ്രപഞ്ചം ആരംഭിച്ച അന്ന് മുതൽ പ്രപഞ്ചത്തിന്റെ അവസാന സെക്കൻഡ് വരെ ഞാൻ വൈപേപ്പിക്കും എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് വെല്ലുവിളിയുടെ ഭാഷയിൽ സംസാരിച്ച ഇബ്ലീസ് നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് നാം ഓർക്കണം. ഭൂമിയിൽ നന്മക്കൊരു ലീഡറും തിന്മക്കൊരു ലീഡറുമാണ് നാം. ഇടയ്ക്കിടെയെങ്കിലും ഇടയ്ക്ക് റസൂലുള്ളാഹിനെ ലീഡറാക്കി, ഇടയ്ക്കിടെ ഇബ്ലീസിന്റെ ലീഡർഷിപ്പിന്റെ കീഴിലേക്ക് നാം നമ്മുടെ കർമ്മത്തെ കൊണ്ടുപോകാറുണ്ടോ എന്നൊരു പുനരാലോചന വർദ്ധിപ്പിക്കേണ്ട സമയമാണ് പരിശുദ്ധമായ ശഅബാന്റെ അവസാന നാളുകൾ. ഇബ്ലീസ് വെക്കേഷന് പോകാൻ ഒരുങ്ങുന്ന സമയം പ്രത്യേകം. ആരായിരുന്നാലും ഇപ്പൊ പ്രവാസികളായ ആളുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ടാവും. നാട്ടിലേക്ക് വരാനൊരുങ്ങുമ്പോ അവര് തിരിച്ചു ഗൾഫിലേക്ക് ചെന്നാലും അവരെ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ ആവശ്യമായതൊക്കെ ചെയ്തു വെച്ചിട്ട് ലീവിന് നാട്ടിലേക്ക് വരൂ എന്ന പോലെ ഈ മാസം 7 ദിവസം കഴിയുമ്പോ ലീവിന് പോകാൻ ഒരുങ്ങുന്ന ആളാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. തിരിച്ചു വരുമ്പോഴും നമ്മുടെ മനസ്സിന് ലഭ്യമാകാൻ ആവശ്യമായതൊക്കെ പാകപ്പെടുത്തിയിട്ട് ഇബ്ലീസ് ഈ ഭൂമിയിൽ നിന്ന് പിരിഞ്ഞു പോകൂ എന്ന് നമ്മൾ ഓർക്കണേ. നമ്മുടെ ഖൽബിന്റെ പ്രകാശത്തിന്റെ തടസ്സം, നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധിയുടെ ഏറ്റവും പ്രധാന തടസ്സം ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയെ നാം പലതിലും മുന്നിൽ നിർത്തുന്നതാണ്. ഇന്നത്തെ ദിവസത്തെ നിങ്ങൾ ഓർത്തു നോക്കൂ. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് വരെയുള്ള സമയത്തിന്റെ ഇടയിൽ നിങ്ങൾ ചെയ്ത കർമ്മങ്ങളെ മൊത്തമൊന്ന് വിലയിരുത്തിയാൽ എത്ര കാര്യത്തിൽ ഇബ്ലീസ് ആയിരുന്നു നമ്മുടെ നേതാവ്, എത്ര കാര്യങ്ങളിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു നമ്മുടെ നേതാവ് എന്ന് ആലോചിച്ചു നോക്ക്. പലതിലും നമ്മൾ ലീഡറാക്കിയത് ഇബ്ലീസിനെയാവും. രാവിലെ ബാങ്ക് കേൾക്കുമ്പോ നിസ്കരിക്കാൻ നിൽക്കുമ്പോ നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവും. കുറച്ച് സമയം കഴിഞ്ഞ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാവും, കാര്യമായി പണിയുണ്ടാവില്ല, അല്ലെ റിമോട്ട് ഫ്രീ ആവും, നമ്മളും ഫ്രീ ആവും. അപ്പോൾ പിന്നെ എന്തോ ആവശ്യമില്ലാത്ത ഒന്ന് കണ്ടോളൂ എന്ന് ഇബ്ലീസ് ആവശ്യപ്പെടുമ്പോ സുബഹിയുടെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ച അതേ വ്യക്തി അല്പസമയം കഴിയുമ്പോഴേക്ക് ഇബ്ലീസിനെ അനുസരിക്കുന്നിടത്തേക്ക് മാറുകയാണ്. ളുഹർ ബാങ്ക് കൊടുത്താൽ പിന്നെയും അവൻ നേതാവിനെ മാറ്റിപ്പിടിച്ചു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായി, പിന്നെയും അവൻ തിരിച്ചു നടക്കുകയാണ്. ഇങ്ങനെ ഇടയ്ക്കിടെ ഇബ്ലീസിനെ ലീഡറായും ഇടയ്ക്കിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നേതാവായും സ്വീകരിക്കുന്ന മനോഭാവം മാറ്റി നമുക്കൊരു നേതാവ് മാത്രമാവണം. എല്ലാത്തിലും മാതൃക കാണിച്ച, എല്ലാ വിഷയത്തിലും നമുക്ക് മാർഗം കാണിച്ചു തന്ന മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രം നമ്മുടെ നേതാവാകുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന് നമ്മൾ ചിലതൊക്കെ മാറ്റി വെക്കേണ്ടി വരും, ചിലതൊക്കെ അല്പം കൂടുതൽ നമ്മൾ നേടിയെടുക്കുകയും വേണ്ടി വരും. ഒരൊറ്റ കാര്യം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ ജീവിതത്തിൽ നേതാവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണമെങ്കിൽ ലോകത്തെ ഏറ്റവും നല്ല വഴി കാണിച്ചവൻ, ഏറ്റവും നന്നായി വെളിച്ചം കാണിച്ചവർ, അമ്പിയാ പോലും മാർഗം അമ്പിയാക്കൾ പോലും ചർച്ച ചെയ്ത നാമം ദുനിയാവിലെല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടാനും പരലോകത്ത് ആളുകൾക്ക് ഓർമ്മിക്കാനും സ്വർഗത്തിൽ പോലും ആളുകൾ ഓർക്കാനും അള്ളാഹു നിശ്ചയിച്ച നാമം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നാമമാണ്. എല്ലാ കാലത്തും ഓർക്കാനുള്ള നാമം അതാണ്. അതുകൊണ്ട് നമ്മുടെ ഓർമ്മയിൽ എല്ലാ വിഷയത്തിലും ആ മാതൃക വരണം.
ഒന്ന് എണീറ്റുന്ന എല്ലാവരും ഒന്ന് എണീറ്റുന്ന. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രായമുള്ളവർ പ്രയാസപ്പെട്ട് എണീക്കരുത്. പ്രായമുള്ളവർ അവിടെ ഇരുന്നോളൂ. എണീക്കണ്ട. നമ്മളൊക്കെ ഒരുപാട് ആളുകളോട് ഇരുന്നോളൂ. പ്രായമുള്ളവരൊന്നും പ്രയാസപ്പെട്ട് എണീക്കില്ല. നമ്മൾക്ക് ഒരുപാട് ആളുകളോട് ജീവിതത്തിൽ സലാം പറഞ്ഞ് കൈപ്പിടിക്കാറുണ്ടല്ലോ. നമ്മൾ സാധാരണ ചെയ്യുന്നൊരു കാര്യമാണ്. സലാം പറയും, കൈപ്പിടിക്കും, ജനങ്ങളോടൊക്കെ പുഞ്ചിരിക്കും. ചില ആളുകൾ മറ്റുള്ളവരോട് വിശേഷം അന്വേഷിക്കാറുണ്ട്. അങ്ങനെ സംസാരിച്ച് പിരിയുന്ന ഒരു രംഗമുണ്ട്. നമ്മളൊക്കെ അങ്ങനെ ചെയ്യാറില്ല ഇല്ല മുഅ്മിനീങ്ങളെ. എന്നാൽ ആ ഒരു കർമ്മത്തിൽ പോലും ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം മാതൃകകൾ. നമ്മൾ ഒരാളെ കാണുന്നു, കണ്ട് പുഞ്ചിരിക്കൽ ഒരു സുന്നത്താണ്, കൈപ്പിടിക്കൽ ഒരു സുന്നത്താണ്, സലാം പറയൽ ഒരു സുന്നത്താണ്, വിശേഷം അന്വേഷിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലിയാണ്. ഒരാളെ കണ്ടാൽ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും കൈഫ ഹാലുക് കൈഫ അസ്ബഹ് എന്ന് ചോദിച്ചേ സംസാരം തുടങ്ങാറുള്ളൂ. എന്നാൽ നമ്മൾ എത്രയോ ആളുകളോട് വിശേഷം ചോദിച്ചിട്ടുണ്ട്. ആയുസ്സിൽ ഒരിക്കലെങ്കിലും എന്റെ റസൂല് ചെയ്തൊരു പണി ഞാൻ ചെയ്തല്ലോ എന്ന് ഒരാളോട് വിശേഷം ചോദിച്ച ശേഷം സന്തോഷിക്കുകയോ, അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോ എനിക്ക് എന്റെ റസൂലിന്റെ അല്പം സുന്നത്ത് പാലിക്കാനുള്ള അവസരമാണല്ലോ ഇത് എന്ന് ഓർക്കുകയോ ചെയ്തിരുന്നോ? സഹോദരിമാർ ധാരാളമുണ്ടല്ലോ സദസ്സിൽ. അടുക്കള ജോലി എല്ലാ ദിവസവും ചെയ്യുന്നൊരു സഹോദരി എന്റെ റസൂലി പണി ചെയ്തിരുന്നല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടാണോ അടുക്കളയിൽ വർക്ക് ചെയ്യാറുള്ളത് എന്ന് ഓർത്തു നോക്കൂ. സത്യത്തിൽ സഹോദരിമാർ ചെയ്യുന്ന എല്ലാ പണിയും സുബഹി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിലെ ദർസും കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ചെയ്തിരുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് എല്ലാ വിഷയത്തിലും പ്രവാചകനെ മാതൃകയാക്കാൻ മാർഗമുണ്ട്. നിങ്ങൾ ഓർക്കണേ, നിങ്ങൾ നിങ്ങളെ ഭാര്യയോട് സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റാൻ വേണ്ടിയാവണം. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞ പോലെ, ഞാൻ എന്റെ ഭാര്യയുടെ കൂടെ കിടപ്പറ പങ്കിടാറുള്ളത് എന്റെ ഹബീബിന്റെ സുന്നത്തിന് വേണ്ടിയാണ് എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. നമ്മുടെ ഭാര്യയോട് സംസാരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ദിവസവും ചെയ്ത കർമ്മമാണ്. എല്ലാ ദിവസവും പാലിച്ച ഒരു പ്രവാചകന്റെ ജീവിതത്തിലെ ചര്യയാണ് ഇണയോട് സംസാരിച്ചിരിക്കുക എന്നുള്ളത്. രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോ, തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോ ആയിഷ ബീവി എങ്ങാനും ഉണർന്നിട്ടുണ്ടെങ്കിൽ ആയിഷ ബീവി പറയുന്നുണ്ട്, ഫൈൻ കുന്തു യഖളാന, ഞാൻ എങ്ങാനും ഉണർന്നു നിൽക്കുന്ന സമയമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ കൂടെ സുബഹി ബാങ്ക് വരെ സംസാരിച്ചിരിക്കാറുണ്ട് എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. അത് വലിയൊരു ഇബാദത്താണ്. ദിക്ർ ചൊല്ലുന്ന പോലെ, തസ്ബീഹ് ചൊല്ലുന്ന പോലെ, നമ്മൾ തഹ്ലീലിന് വേണ്ടി സമയം മാറ്റി വെക്കുന്ന പോലെ ജീവിതത്തിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലീഡറായി സ്വീകരിക്കുന്ന ഒരാൾ പാലിക്കേണ്ട മര്യാദയിൽപ്പെട്ടതാണ് ഇണയോട് സംസാരിക്കാൻ സമയം മാറ്റി വെക്കുക എന്നുള്ളത്. ഇങ്ങനെ ഓരോ വിഷയത്തിലും ഭക്ഷണം കാണുമ്പോ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് അതിന്റെ ടേസ്റ്റോ അതിന്റെ ഇനങ്ങളോ ആവരുത്, എന്റെ ഹബീബിന്റെ എത്ര സുന്നത്താണ് എനിക്കിവിടെ പാലിക്കാൻ അവസരമുള്ളതെന്ന് ഓർക്കണം. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഈ ഘട്ടങ്ങളിലെല്ലാം ഇടപെടുന്ന ഒരാളാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഭക്ഷിക്കുന്നിടത്ത് അയാളുണ്ടാകും, വീട്ടിലേക്ക് കയറുമ്പോൾ അയാളുണ്ടാകും, കിടന്നിറങ്ങാൻ പോകുമ്പോൾ അയാളുണ്ടാകും. എല്ലാ നന്മയുടെ വഴിയിലും വന്നിരിക്കും ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. മഹാന്മാരായ സൂഫി വര്യന്മാർ വിശദീകരിക്കുന്നുണ്ട്, നമ്മളിങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോ, അതല്ലെങ്കിൽ നിസ്കാര മുസല്ലയിലേക്ക് നമ്മൾ പോകുമ്പോ ഇബ്ലീസ് തന്റെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് പറയും, അയാളുടെ ശരീരം അള്ളാന്റെ കൂടെ നിന്നോട്ടെ, അയാളുടെ നാവ് നേരെ സംസാരിച്ചോട്ടെ, പക്ഷെ അയാളുടെ കൽബ് അത് നമുക്ക് സമ്പാദിക്കണം എന്ന് ഇബ്ലീസ് പറയുമെന്ന് മഹത്തുക്കൾ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കാറുണ്ടോ എന്ന് ആലോചിച്ച് നോക്ക്. നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നു, നാവ് അള്ളാന്റെ കൂടെയാണ്. അതുകൊണ്ട് നമ്മൾ റബ്ബിനോട് പറയും, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, എന്റെ ശരീരം എന്റെ ജീവിതം നിനക്ക് വേണ്ടിയാണ്, എന്റെ ആരോഗ്യം നിനക്ക് വേണ്ടിയാണ്, എന്റെ പ്രവർത്തനങ്ങൾ നിനക്ക് വേണ്ടിയാണ്. എല്ലാം അള്ളാഹിനോട് പറയാൻ, എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ കർമ്മം, എന്റെ നിസ്കാരം എല്ലാം അള്ളാഹുവേ നിനക്ക് വേണ്ടിയാണ് എന്ന് പറയുന്ന നമുക്ക് നമ്മുടെ നാവേ ഇത് പറയുള്ളൂ. നമ്മൾ
നമ്മുടെ കൽബ് അതിനെ സമ്മതിക്കൂല. അപ്പോഴും കൽബിൽ ഇബ്ലീസ് എന്താണോ ചിന്തിപ്പിക്കുക അത് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമില്ലേ? നാവ് അള്ളാഹുവിന്റെ കൂടെ, കൽബ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ കൂടെ ആവുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ടോ എന്ന് ഓർത്തു നോക്കണേ. പരിശുദ്ധ ഖുർആൻ നമ്മോട് എത്രയോ തവണ ആവർത്തിച്ചു പറയുന്നുണ്ട്, ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, നിങ്ങളെ യഥാർത്ഥ ശത്രു ഇബ്ലീസാണെന്ന്. ഒരുപാട് തവണ ആവർത്തിച്ചു പറയുന്നില്ലേ? നമ്മുടെ മനസ്സത് സമ്മതിച്ചിട്ടുണ്ടോ ഇബ്ലീസാണ് എന്റെ യഥാർത്ഥ ശത്രുവെന്ന്? അങ്ങനെ ആയിരുന്നുവെങ്കിൽ രാവിലെ എണീറ്റത് മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഇബ്ലീസ് അവിടെ ഉണ്ടാകുമല്ലോ എന്ന ഓർമ്മ വരില്ലേ? ഭക്ഷിക്കുന്നിടത്തെന്തിനാ ബിസ്മി, ഇബ്ലീസ് ഒഴിവാകാനാണ്. ഉറങ്ങുന്നിടത്തെന്തിനാ ആയത്തുൽ കുർസി, ഇബ്ലീസ് ഒഴിവാകാനാണ്. വീട്ടിലേക്ക് കയറുമ്പോൾ എന്തിനാ ദിക്റ്, ഇബ്ലീസിൽ നിന്ന് ഒഴിവാകാനാണ്. ബാത്റൂമിൽ കയറുമ്പോൾ ദിക്റ് എന്തിനാ, ഇബ്ലീസിൽ നിന്ന് ഒഴിവാകാനാണ്. ഇന്നൽ മുഅ്മിന യുംലി ശൈത്വാന, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅ്മിനായ മനുഷ്യൻ തന്റെ വാഹനത്തെ ഓടിക്കുന്ന പോലെ മുസ്ലിം വിശ്വാസിയായ മനുഷ്യൻ ഇബ്ലീസിനെ ജീവിതത്തിൽ നിന്ന് ഓടിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ അതിനുള്ള രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തണം. നിങ്ങൾ ഓർത്തു നോക്കൂ, സ്വഹാബത്തിന്റെ ചരിത്രമൊക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലും ഇബ്ലീസ് നേരെ പ്രത്യക്ഷപ്പെട്ടതായി കാണാനാവും. മഹാനായ അബൂ ഹുറൈറ തങ്ങളുടെ മുന്നിൽ വേഷം കെട്ടി വന്നിരുന്നു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഫഖീറിന്റെ വേഷം കെട്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിസ്കരിക്കുമ്പോൾ തീപ്പന്തം പിടിച്ചു വന്നു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. നബി തങ്ങൾ ഉറക്കെ ശപിച്ചിരുന്നു അന്ന് നിസ്കാരത്തിൽ, അൽഅനുക ബിലഅനത്തില്ലാ എന്ന് പറഞ്ഞു ഓടിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ കാണാനാവും. മഹാനായ ഖൈസ് ഇബ്നുൽ ഹജ്ജാജ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ബഹുമാനപ്പെട്ടവർ വഫാത്താകാൻ നേരത്തെ ഇബ്ലീസ് വന്നു. എന്നിട്ട് പറഞ്ഞു, ദഖൽതു ഫീക വഅന മിസ്ലുൽ ജസൂർ, ഞാൻ നിങ്ങളിൽ പ്രവേശിക്കുമ്പോൾ ഞാൻ ഒട്ടകത്തെ പോലെ തടിയുള്ള ആളായിരുന്നു. വഅനൽ ആന മിസ്ലുൽ ഉസ്ഫൂർ, ഇന്ന് ഞാൻ ഒരു പക്ഷിയെ പോലെ മെലിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ ദിക്ർ ചൊല്ലി എന്നെ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് ഖൈസ് ഇബ്നുൽ ഹജ്ജാജ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയം ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വന്ന് പറഞ്ഞത് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓർക്കണേ മുഅ്മിനെ, നമ്മുടെ മുന്നിൽ എന്താ അങ്ങനെ ഇബ്ലീസ് ഒന്നും വരാത്തത്? നമ്മുടെ മനസ്സ് നമ്മൾ ഓൾറെഡി ഇബ്ലീസിന് കൊടുത്തത് കൊണ്ടാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോ നമ്മൾ അള്ളാഹിനോട് പറയും, ഇന്ന സ്വലാത്തി വനുസുക്കി, അള്ളാഹ് എന്റെ നിസ്കാരവും എന്റെ ഇബാദത്തുകളും എന്റെ ജീവിതവും എന്റെ മരണവും നിനക്കാന്ന് പറയും. പക്ഷേ ഇബ്ലീസിന്റെ ആവശ്യം എന്താ? മനസ്സ് അള്ളാഹുവിന്റെ കൂടെ നമ്മൾ നിർത്താൻ പാടില്ല. നമ്മുടെ മനസ്സ് ഇബ്ലീസിന്റെ കൂടെയാവണം എന്നത് ഇബ്ലീസിന്റെ ആവശ്യമാണ്. നമ്മൾ ഇബ്ലീസിന്റെ ആവശ്യത്തെ അനുസരിക്കുകയും അള്ളാഹുവിനോട് പറഞ്ഞ കരാറിനെ ലംഘിക്കുകയും ചെയ്യാറുണ്ട് എന്നതല്ലേ സത്യം? ആദ്യം പറയുന്ന വർത്തമാനം തന്നെ, നിസ്കാരം തുടങ്ങുമ്പോൾ ആദ്യം പറയുന്ന വർത്തമാനം തന്നെ, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള്, റബ്ബേ എന്റെ ഹൃദയം ഞാൻ നിന്നിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്നു എന്നാണല്ലോ. വജ്ഹ് എന്ന് പറഞ്ഞാൽ വജ്ഹു സ്വദറാൻ എന്ന് മഹാന്മാരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഹൃദയം അള്ളാഹുവിലേക്ക് തിരിച്ചു വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുക. ആ ഹൃദയത്തിൽ അള്ളാഹ് എന്ന ചിന്ത വരാറുണ്ടോ എന്നോർത്തു നോക്കണേ മുഅ്മിനെ. ഇല്ല എങ്കിൽ ഓർക്കണം, ഇബ്ലീസ് നമ്മിൽ ഇടപെട്ടു. ഇബ്ലീസ് ആഗ്രഹിച്ചത് സാധിച്ചു. നമ്മൾ അള്ളാഹുവിന് നാവ് നൽകി, ഇബ്ലീസിന് നമ്മുടെ ഖൽബ് നൽകി എന്നതല്ലേ ശരി എന്ന് സത്യവിശ്വാസികൾ ഓർത്തു നോക്കണം. നാവ് അള്ളാഹ്ക്ക് നൽകി, കൈയൊക്കെ നേരെ വെച്ചു, അതിലൊന്നും നമ്മൾ പിശുക്കിയില്ല. കൈ അള്ളാഹുവിന്റെ കൂടെയായിരുന്നു, നമ്മുടെ കാലുകൾ അള്ളാഹുവിന്റെ കൂടെയായിരുന്നു. പക്ഷേ നമ്മുടെ ഖൽബ് അള്ളാഹു പ്രത്യേകമായി നോക്കുമെന്ന് പറഞ്ഞ നമ്മുടെ ഖൽബാകട്ടെ അത് അള്ളാഹുവിന്റെ കൂടെയാവാതിരുന്നാലോ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് നമ്മുടെ ഏറ്റവും പ്രാധാന്യമുള്ള ശരീരാവയവം മണ്ണിൽ വെച്ചുകൊണ്ട്, ഭൂമിയിൽ വെച്ചുകൊണ്ട് നമ്മൾ പറയുമ്പോൾ പോലും നമ്മുടെ ഖൽബിൽ അപ്പോൾ ഏറ്റവും അധികം അള്ളാഹു നമ്മോട് ചേർന്ന് നിൽക്കുന്ന സമയമാണ്. പക്ഷേ നമ്മുടെ ഖൽബിൽ അള്ളാഹിനെ ഓർക്കാൻ ഇബ്ലീസ് അനുവദിക്കൂല എന്ന് വാശി പിടിക്കുമ്പോ, ഞാൻ നിന്റെ കൂടെ നിന്നോളാം എന്ന് സമ്മതിക്കും രൂപത്തിൽ ഇടപെടുന്ന ആളായി നമ്മൾ മാറല്ലേ. ഈ പരിശുദ്ധ റമദാനിൽ ആരംഭിക്കുന്നതോടെ ഇബ്ലീസ് ലീവിന് പോകും എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ തിരിച്ചു വന്നാലും നമ്മുടെ മനസ്സിനെ ലഭിക്കാൻ ആവശ്യമായത് ചെയ്തു വെച്ചിട്ടേ പോകൂ. അതുകൊണ്ട് ഈ ആഴ്ച നമ്മൾ നല്ല ബോധവാന്മാരാവണം. തസ്ബീഹിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ, തൗബയിലൂടെ ഹൃദയത്തെ ശുദ്ധിയാക്കാനുള്ള
നല്ല സമയമായി ഈ സമയത്തെ കാണണമെന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല ശുദ്ധമായ ഹൃദയത്തോടെ സലീമായ ഖൽബോടെ റമദാനിനെ സ്വീകരിക്കാനും അങ്ങനെ തന്നെ അള്ളാഹിനെ കണ്ടുമുട്ടാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഹൃദയം പരമാവധി ശുദ്ധിയാക്കാനുള്ള ശ്രമം നടത്തുക, അതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വേണ്ടത്. പക്ഷേ ഇബ്ലീസിനറിയാം, മനുഷ്യൻ ഹൃദയം ശുദ്ധിയാക്കിയാൽ ഇബ്ലീസിന് അവിടെ സ്പേസ് ഇല്ല എന്ന്. അതുകൊണ്ട് ഒരു തിന്മ ചെയ്ത് തൗബ ചെയ്യുമ്പോഴേക്ക് അടുത്ത തിന്മയുമായി ഇബ്ലീസ് വരും. നാം വിട്ടുകൊടുക്കരുത്. അള്ളാഹു നമ്മോട് പറഞ്ഞത്, നിങ്ങളെ മുന്നിൽ എത്ര തിന്മ വന്നാലും നിങ്ങൾ എന്നോട് തൗബ ചെയ്ത് മടങ്ങിക്കോളൂ എന്നാണ്. ഇബ്ലീസിന് അവിടെ സ്പേസ് കൊടുക്കല്ലേ എന്ന് അള്ളാഹു പലതവണ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖുദ്സിയായ ഒരു ഹദീസിൽ അള്ളാഹു ഇങ്ങനെ പറഞ്ഞു, യാ ഇബാദി ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, മനുഷ്യരെ നിങ്ങൾ പകലിലും രാത്രിയിലും തിന്മ ചെയ്യുന്നു എന്ന് എനിക്കറിയാം. ഞാനാകട്ടെ എല്ലാ തെറ്റുകളും പുറത്തു തരാൻ തയ്യാറുള്ളവനാണ്. നിങ്ങൾ എന്നോട് മാപ്പ് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകാം എന്ന് അല്ലാഹു തആല പറഞ്ഞത് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മോട് ഓർമ്മപ്പെടുത്തിയല്ലോ, മക്കയിലെ മുശ്രിക്കീങ്ങളോട് കാഫിരീങ്ങളോട് പോലും അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന തിന്മ നിർത്താൻ തയ്യാറാണോ? ഞാൻ നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണ്, പാപം പൊറുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ റബ്ബല്ലേ നമ്മുടെ റബ്ബ്. നമ്മുടെ നാട്ടിൽ ഇന്ന് ജീവിക്കുന്ന ഒരു അവിശ്വാസിയായ സഹോദരൻ, ലോകത്തിന്റെ ഏതു ഭാഗത്ത് ജീവിക്കുന്ന ഒരു അവിശ്വാസി സഹോദരനാണെങ്കിലും അവനൊന്ന് മനസ്സറിഞ്ഞ്, പടച്ചോനെ ഞാനിനി നീയല്ലാതെ ഒരു ഇലാഹുല്ല എന്ന് വിശ്വസിച്ചു എന്ന് നിഷ്കളങ്കമായി പറഞ്ഞ് അവൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോ അവന്റെ തൗബയെ സ്വീകരിക്കാൻ അല്ലാഹു തയ്യാറല്ലേ? ഇത് അവിശ്വാസിയുടെ വിഷയത്തിലാണെങ്കിൽ അതിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടം എന്തായാലും നമ്മോട് തന്നെയാണല്ലോ. അതുകൊണ്ട് നമ്മളൊന്ന് മനസ്സറിഞ്ഞ് തൗബ ചെയ്താൽ ഷർത്തുകളൊത്തട്ട തൗബയാവണം എന്നേയുള്ളൂ. തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറാവണം, ചെയ്ത തിന്മ നിർത്താൻ തയ്യാറാവണം, ഇനി ആ തിന്മയിലേക്കില്ല എന്ന് തീരുമാനമെടുക്കണം. എന്നിട്ട് നമ്മൾ ചെയ്തു പോയ തിന്മ വലുതോ ചെറുതോ ആവട്ടെ, മനുഷ്യരോടുള്ള ബാധ്യതയുണ്ടെങ്കിൽ അതുകൂടി പൂർത്തീകരിച്ച് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചാൽ അല്ലാഹു സ്വീകരിക്കുമെന്ന് മഹാന്മാരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. കാഫിറായ മനുഷ്യൻ ഷഹാദത്ത് ചൊല്ലി തൗബ ചെയ്യുമ്പോ സ്വീകരിക്കാൻ തയ്യാറുള്ള റബ്ബ്, സത്യവിശ്വാസി ഷർത്തത്തെ രൂപത്തിൽ തൗബ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കാതിരിക്കില്ല. പക്ഷെ ചെയ്തു പോയത് തെറ്റാണെന്ന ബോധം വേണം. അത് ചെറിയ തിന്മക്കും വേണം, വലിയ തിന്മക്കും വേണം. തുണിയൊന്ന് മടക്കി കുത്തി അങ്ങാടി കൂടെ നടന്നു പോയതാണ് എങ്കിൽ ഓർമ്മ വരണം, ഞാൻ ചെയ്തത് തിന്മയാണ്, ഞാൻ ചെയ്തത് ഔറത്ത് കാണിക്കലാണ്, ഔറത്ത് കാണിക്കൽ ഹറാമ് തന്നെയാണ് എന്ന് ബോധമുണ്ടാവണം. ഏത് തിന്മയും ചെറുതായി തോന്നാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും തൗബ ചെയ്യുകയും ചെയ്യാൻ നമ്മൾ തയ്യാറാണോ? സ്വീകരിക്കാൻ അല്ലാഹു തയ്യാറാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പലതവണ നമ്മോട് ആവർത്തിച്ചു പറഞ്ഞതാണ്. അതിന് പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഈ സമയമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നന്നായി തൗബ ചെയ്ത് ഹൃദയത്തെ ശുദ്ധിയാക്കുന്ന ഒരാൾ പിന്നെ ആ ഹൃദയം മലീമസമാവാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം. മലീമസമാവലപ്പോഴ രണ്ടു ഘടകങ്ങളാണ് പ്രധാനം. ഒന്ന് തിന്മയാണ്, രണ്ടാമത്തെ ഒന്ന് നമ്മുടെ ഖൽബിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തയാണ്. നമുക്കിങ്ങനെ ആരുടെയോ ന്യൂനത പറയലും, ആരെയോ കുറിച്ച് ചർച്ച ചെയ്യലും, ആരുടെയോ കുറവുകൾ ചർച്ച ചെയ്യലും വലിയ ഇഷ്ടമാവും. പൊതുവെ ഒരു മസ്ലഹത്ത് പോലും ഇല്ലാത്ത വിഷയത്തിൽ പോലും നമ്മൾ മറ്റുള്ളവന്റെ ന്യൂനത ചർച്ചയാക്കുന്ന സാഹചര്യം വളരുന്ന കാലമാണ്. വെറുതെ നാലാൾ കൂടിയാൽ ആരെങ്കിലും ഒരാളെ കുറിച്ച് പറയുന്ന ഒരവസ്ഥ. മുഅ്മിനീങ്ങൾ ഓർക്കണേ, ഭൂമിയിലുള്ള മുഅ്മിനീങ്ങൾ കഅബയേക്കാൾ വിശുദ്ധമാണെന്ന ഹദീസ് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയല്ലോ. കഅബയിൽ അല്പം മണ്ണായാൽ ഞാൻ കുറച്ചും കൂടി ചളിയാവട്ടെ എന്ന് നമ്മൾ ആരും ആഗ്രഹിക്കില്ലല്ലോ. കഅബയിൽ എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നിയാൽ നമ്മളത് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഇട്ട് കഅബ പൂർണ്ണമല്ല എന്ന് പറയില്ലല്ലോ. ഒരു കഅബയിൽ ഒരു കുറവുണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കാൻ എനിക്ക് അവസരം കിട്ടണമെന്ന് ആഗ്രഹിക്കൂലേ നമ്മൾ? കഅബ കഴുകാനെങ്ങാനും ഒരു അവസരം സൗദി രാജാവിന്റെ ക്ഷണം നമ്മിൽ ആർക്കെങ്കിലും ഉണ്ട് എന്നറിഞ്ഞാൽ, ഒരു സാഹചര്യം ഒരുങ്ങിയാൽ ഓടിപ്പോകാൻ ആരും തയ്യാറാവില്ല. ക്യാഷ് ഇല്ലെങ്കിൽ ഉണ്ടാക്കി പോവില്ല നമ്മൾ. എന്നാൽ ഓർക്കണേ, നമ്മൾ പരിശുദ്ധ കഅബയേക്കാൾ ഹുർമത്തുള്ളവരാണ് സത്യവിശ്വാസി എന്ന് പറഞ്ഞത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.
കഅബയിൽ ചളിവാരി തേക്കുന്നതിനേക്കാൾ വലിയ ഗൗരവമാണ് സത്യവിശ്വാസിയുടെ ന്യൂനതയുടെ പിന്നാലെ പോകൽ. നമ്മിൽ ആർക്കാ കുറവില്ലാത്തത്? ഞാൻ ഓർക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഇങ്ങനെ കാണാം, നബി തങ്ങൾ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നു. അദ്ദേഹം നല്ല അത്രയൊക്കെ അടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കല്യാണം കഴിഞ്ഞോന്ന് ചോദിച്ചു. അത്രയൊക്കെ അടിച്ച ഒരാൾ വന്നതാണ്, കല്യാണം കഴിഞ്ഞോന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതേ നബിയെ, കല്യാണം കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചെറുപ്പക്കാരനെ ഒന്ന് സന്തോഷിപ്പിച്ച് ആ ചെറുപ്പക്കാരന് വേണ്ടി ദുആ ചെയ്താണ് തിരിച്ചയക്കുന്നത്. ആ മനസ്സാ പ്രധാനം. 5 നേരം പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടുന്ന ഒരു ചെറുപ്പക്കാരൻ അവനാന്റെ കല്യാണം പറയാതിരുന്നിട്ട് നബി തങ്ങളെ മുന്നിലേക്ക് വരുമ്പോ തല ചൊറിഞ്ഞു വരേണ്ട സാഹചര്യം വന്നില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് വന്നപ്പോ, നബിയെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, വിളിച്ചിരുന്നു, റേഞ്ച് കിട്ടിയില്ല, വീട്ടിലേക്ക് വന്നിരുന്നു, അന്ന് വീട്ടിലെ ആളില്ല എന്നൊന്നും ന്യായം പറഞ്ഞ് രക്ഷപ്പെടേണ്ടി വന്നില്ലല്ലോ. നമ്മുടെ അയൽപക്കത്തുള്ള ഒരാള് ഒരു സൽക്കാരം പറയാൻ മറന്നുപോയാൽ, ഈ ബോധപൂർവം പറഞ്ഞില്ല എന്ന് വെച്ചാൽ, പിന്നെ അതിന്റെ പേരിൽ മുഖം കറുപ്പിച്ച് നടക്കുന്ന ആരെങ്കിലും നമ്മളെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഓർക്കണേ, ആ ഹൃദയത്തിന് അസുഖമുണ്ടാവും. ആ ഹൃദയത്തിന് അസുഖമുണ്ടാവും. അവരാണ് തൗബ ചെയ്യേണ്ടത് എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരാളെ കുറിച്ചും ഹൈറല്ലാത്തത് ചിന്തിക്കരുത്. പരമാവധി നന്മയെ ചിന്തിക്കാൻ ശ്രമിക്കുക. ഇനി അതിന് കഴിയൂലെങ്കിൽ നമ്മുടെ ദുആയിൽ അവര് നന്നാവാൻ വേണ്ടിയുള്ള ദുആ ഉൾപ്പെടുത്തുക എന്നല്ലാതെ നമ്മൾ ന്യൂനതയുടെ പിന്നാലെ നടന്ന് നമ്മുടെ ഹൃദയത്തെ കറുപ്പാക്കി മാറ്റാൻ പ്രിയപ്പെട്ട മുഅ്മിനെ ഒരാളും ശ്രമിക്കല്ലേ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മുഅ്മിനീങ്ങളുടെ കുറവുകളുടെ പിന്നാലെ പോകരുത്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലത്താണല്ലോ മഹാനായ മാഇസ് റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ സംഭവിച്ച ഒരു തിന്മയുമായി സിദ്ദീഖ് തങ്ങളെ സമീപിക്കുന്നത്. മാഇസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച ഉടനെ ഒന്ന് വ്യഭിചരിച്ചു പോയി. മാഇസ് റളിയല്ലാഹു അൻഹു വന്നു മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്. എന്നിട്ട് പറഞ്ഞു, സിദ്ദീഖ് തങ്ങളെ, ഞാനിങ്ങനെ വ്യഭിചരിച്ചു പോയി, എന്റെ മേൽ നിങ്ങൾ ശിക്ഷ നടപ്പിലാക്കണം എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതിന്റെ വിശദാംശം ചോദിക്കാൻ പോയില്ല. ഏതായിരുന്നു പെണ്ണ് എന്ന് അന്വേഷിച്ചില്ല. സിദ്ദീഖ് തങ്ങൾ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്, ഹൽ സകർത ഹാദാ ലി അഹദിൻ ഗൈരി, എന്നോടല്ലാതെ ആരോടെങ്കിലും ഈ തിന്മ ചെയ്തു എന്ന വിവരം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇല്ല, ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫതുബ് ഇലല്ലാഹ്, എങ്കിൽ അല്ലാഹുവിനോട് തൗബ ചെയ്യേ. വസ്തതിർ ബിസിതിരില്ലാ, അല്ലാഹു മൂടി വെച്ചത് നീയും മൂടി വെക്ക്. ഫഇന്നല്ലാഹ യഖ്ബലു തൗബത അൻ ഇബാദി, കാരണം അല്ലാഹു തആല നിഷ്കളങ്കമായി തൗബ ചെയ്താൽ തൗബയെ സ്വീകരിക്കുന്നവനാണല്ലോ. മാഇസ് റളിയല്ലാഹു അൻഹുവിന് ആവശ്യം വിവാഹം കഴിഞ്ഞ ശേഷമുള്ള വ്യഭിചാരമായതുകൊണ്ട് എറിഞ്ഞു കൊല്ലപ്പെടണം എന്നതാണല്ലോ ശിക്ഷ. അതുകൊണ്ട് എന്നെ എറിഞ്ഞു കൊല്ലുക തന്നെ വേണം എന്നാണ് മാഇസ് റളിയല്ലാഹു അൻഹുവിന്റെ ആവശ്യം. ശിക്ഷ ദുനിയാവെന്ന് കഴിഞ്ഞു പോയി, ആഖിറത്തിൽ ഞാൻ സുരക്ഷിതനാവണം എന്ന് ആഗ്രഹിച്ചു മഹാനായ മാഇസ് റളിയല്ലാഹു അൻഹു. നേരെ ചെന്നു ഉമറുൽ ഫാറൂഖ് തങ്ങൾ അടുക്കലേക്ക്. ഉമർ തങ്ങളോട് പറഞ്ഞു, ഉമർ തങ്ങളെ, ഞാൻ ഇങ്ങനെ വ്യഭിചരിച്ചു പോയി, എന്നെ ഒന്ന് ഇസ്ലാമിക നിയമപ്രകാരം ശിക്ഷിക്കണം. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, ഹൽ സകർത ഹാദാ ലി അഹദിൻ ഗൈരി, ഇത് എന്നോടല്ലാതെ ആരോടെങ്കിലും പറഞ്ഞോ? അവര് പറഞ്ഞു, സിദ്ദീഖ് തങ്ങൾ മാത്രമേ. അവസാനം മഹാനായ നബി തങ്ങൾ ഒരു സ്വഹാബിയെ മഹാനായ മാഇസ് തങ്ങളെ വീട്ടിലേക്ക് വിട്ട്, അയസ്തകി അംബിഹി ജിന്ന, അവർക്ക് വല്ല മാനസികമുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ആളെ വിട്ടു. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പരമാവധി ഒരാൾ ചെയ്ത തിന്മ മറ്റൊരാളും അറിയാതിരിക്കുകയും അത് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുകയാണ് വേണ്ടത് എന്ന സന്ദേശം അല്ലാഹു പഠിപ്പിക്കുകയാണ്. നിഷ്കളങ്കമായി അള്ളാഹിനോട് തൗബ ചെയ്യേ, അള്ളാഹു സ്വീകരിക്കുമെന്ന സന്ദേശം പഠിപ്പിക്കുകയാണ്. ഒരാളെ ന്യൂനത നമ്മൾ അറിയാതിരിക്കണം എന്നുകൂടി സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഒരിക്കലും കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മഴയില്ല എന്ന് പറഞ്ഞപ്പോ ആളുകളെ കൂട്ടി ദുആ ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൗണ്ടിലേക്ക് ചെന്നു. മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ദുആ ചെയ്തപ്പോൾ അല്ലാഹു തആല നിർദ്ദേശം നൽകി, കൈഫ ഉനസ്സിലുൽ മതർ വബൈനകും ആസിൻ, നിങ്ങൾക്കിടയിൽ ഒരു തിന്മ ചെയ്യുന്ന ആളുണ്ടല്ലോ, പിന്നെ ഞാൻ എങ്ങനെ മഴ നൽകാനാണ് എന്ന് അല്ലാഹു മറുപടി നൽകി. ചെയ്യുന്നവനാണ് എന്ന സന്ദേശം നൽകാനോട് ചോദിച്ചു, പടച്ചോനെ, നേരത്തെ നീ മഴ നൽകൂല എന്ന് പറഞ്ഞിരുന്നല്ലോ, പിന്നെ എന്തേ ഇപ്പോൾ മഴ നൽകിയത്? അല്ലാഹു തആല മറുപടി നൽകി,
അല്ലാഹു തആല മറുപടി നൽകി. നേരത്തെ തിന്മ ചെയ്തിരുന്നു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ നിഷ്കളങ്കമായി തൗബ ചെയ്തിരിക്കുന്നു, ആ തൗബയെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന സന്ദേശം അല്ലാഹു തആല അറിയിച്ചു കൊടുത്തപ്പോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചൊരു ചോദ്യമുണ്ട്. അല്ലാഹുവേ, എങ്കിൽ അയാൾ ആരാന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അയാൾ ആരാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? മഹാന്മാരായ ഉസ്താദുമാരൊക്കെ വേദിയിലേക്ക് ആരാണ് ആ ന്യൂനത ഉണ്ടായിരുന്ന ആള് എന്ന് എനിക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ച സന്ദർഭം അല്ലാഹു തആല നൽകിയ മറുപടി ഇങ്ങനെയാണ്: സതർതുഹു വഹുവ ആസിൻ വകൈഫ ലാ അസ്തുറുഹു വഖദ് താബ ഇലയ്യ. അദ്ദേഹം തിന്മ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അത് ചെയ്യാറുണ്ട് എന്നറിഞ്ഞിട്ട് ഞാൻ മൂടി വെച്ചിരുന്നല്ലോ. പിന്നെ അദ്ദേഹം തൗബ ചെയ്ത ശേഷം അയാളുടെ പേര് ഞാൻ എങ്ങനെ വെളിപ്പെടുത്താനാണ് എന്ന് ചോദിച്ച റബ്ബാ മുഅ്മിനെ, എന്റെയും നിങ്ങളുടെയും റബ്ബ്, തിന്മ ചെയ്തു പോയാൽ ഒരാളോടും ഷെയർ ചെയ്യരുത്. നമ്മൾ അത് അറിയണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യരുത്. തിന്മയേക്കാൾ ഗൗരവമാണ് തിന്മയെ പരസ്യമാക്കൽ എന്ന ഓർമ്മ നമുക്കുണ്ടാകണം. മറ്റുള്ള ഒരാൾ എന്തേ ചെയ്തത് എന്ന് അന്വേഷിക്കാൻ നമ്മൾ പോകരുത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ പറയാറുണ്ട്, ഒരാളും സദസ്സിലുള്ള ഒരാളുടെ ന്യൂനതയും എന്നോട് പറയരുത്. ഒരു സ്വഹാബിയും മറ്റൊരു സ്വഹാബിയുടെ കുറവുകളെ കുറിച്ച് എന്നോട് പറയരുത്. ഉഹിബ്ബു അൻ അഖ്റുജ ഇലൈക്കും വഅന സലീമുസ് സദ്ർ. ഹൃദയശുദ്ധിയോടെ നിങ്ങളെ സമീപിക്കാനാണ് എനിക്ക് താല്പര്യം എന്ന് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ട്. ആ ഒരു ഹൃദയത്തിന്റെ ശുദ്ധിയും ചിന്തയും നമ്മിൽ ഉണ്ടാകണം. ഒരാളെ ന്യൂനതയും കേൾക്കണം എന്ന് ആഗ്രഹിക്കരുത്. എന്നാലേ നമുക്കൊരു നല്ല പ്രബോധക പ്രവർത്തകനായി തീരാൻ കഴിയൂ. മറ്റുള്ളവരിലേക്ക് നന്മയെ എത്തിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വെളിച്ചമുണ്ടാകണം. ഞാൻ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയല്ലോ, തുഹൂറായ വെള്ളം പോലെയാകണം സത്യവിശ്വാസി. സ്വയം ശുദ്ധി വേണം, മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ സാധ്യമാകുന്നതുമാകണം. ആ തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്താൻ നമ്മളൊക്കെ ശ്രമിക്കുകയും ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യവിശ്വാസികളെ കാണുകയും അവരോട് ഇടപെടുകയും ചെയ്ത ഭാഷയിലും രീതിയിലും ഇടപെടാൻ നമ്മൾ ശ്രമിക്കുകയും വേണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾക്ക് തിന്മ സംഭവിച്ചു എന്നറിഞ്ഞാൽ ആരും അറിയാതെ അതെങ്ങനെ പരിഹരിക്കാം എന്നാണ് ചിന്തിക്കാറുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളോട് ഉപദേശിക്കാൻ ചെല്ലുകയാണെങ്കിൽ നബി തങ്ങൾ അവരുടെ മനോഭാവത്തെ മനസ്സിൽ ഇടപെടുകയും ചെയ്യാറുണ്ടായിരുന്നു. എത്രയോ ഹദീസുകളിൽ കാണാനാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തി മുന്നിലിരുന്നാൽ അവർക്ക് ശരിക്കും ബോധ്യമാകുന്ന രീതിയിലെ സംസാരിക്കുമ്പോൾ കുറെ ശൈലികൾ നബി തങ്ങൾക്കുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണല്ലോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വർത്തമാനം, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ഗാബിർ സബീൽ എന്ന ഹദീസ്. നീ ഭൂമിയിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ, ഒരു പ്രവാസിയെ പോലെ ജീവിക്കണം എന്ന് പരിചയപ്പെടുത്തുന്ന ഹദീസ് വളരെ പ്രധാനമാണ്. പക്ഷേ ആ ഹദീസ് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഒരാളെ ഉപദേശിക്കുമ്പോൾ ആ ശൈലി സ്വീകരിക്കണം. നമ്മൾ ശുദ്ധിയാവുകയും മറ്റൊരാളിൽ ഇടപെടുകയും ചെയ്യുമ്പോൾ ഓർക്കണേ, മദീനയുടെ ശൈലിയാവണം നമ്മുടെ ശൈലി. കാരണം മുനീർ എന്ന അല്ലാഹു പേര് വെച്ചത് മദീനക്ക് മാത്രമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് മാത്രമാണ്. നൂറിനെ നൽകണമെങ്കിൽ മദീനയിൽ നിന്ന് തന്നെ നൂറിനെ സ്വീകരിക്കാനാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാര ശൈലി നമ്മുടെ സംസാര ശൈലിയും അവിടുത്തെ ബോഡി ലാംഗ്വേജ് നമ്മുടെ ബോഡി ലാംഗ്വേജുമായി മാറണം. നബി തങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഏത് കാര്യം പറയുമ്പോഴും പ്രബോധിതന്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കാറുണ്ട് എന്ന് ഹദീസുകളിൽ കാണാനാവും. കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിലുണ്ടായിരുന്നു എന്ന ഹദീസിന്റെ ആരംഭത്തിലുണ്ട്. അതെന്തിനാ? അതൊരു ആധുനിക മനഃശാസ്ത്രവും കൂടി നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. രണ്ടാളുകൾ തമ്മിലുള്ള റാപ്പോ ബന്ധം കണക്ട് ചെയ്യാൻ വേണ്ടി, പരസ്പരമുള്ള മാനസികമായ ബന്ധം കണക്ട് ചെയ്യാൻ ആധുനിക സൈക്കോളജി പഠിപ്പിക്കുന്ന ശൈലിയും ശരീരത്തെ എങ്ങനെ ചേർത്തി വെക്കലാണ്. ഇത് നേരത്തെ കാണിച്ചു തന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ സംസാരിച്ചാൽ, കൈപിടിച്ചാൽ അയാൾ വിട്ടാലേ റസൂലുള്ള വിടൂ. ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താ? ആ കൈ വിടുന്നതിന്റെ മുമ്പേ പറയുന്നത് പ്രബോധിതന്റെ ഖൽബിൽ അവിടെ ബാക്കിയുണ്ടാവും. നമ്മുടെ കുട്ടി നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഉപദേശിക്കുമ്പോ നമ്മൾ അടുക്കളയിലും കുട്ടി ബെഡ്റൂമിലുമായാൽ ഉപദേശം ഫലം ചെയ്യാനുള്ള സാധ്യത കുറവാണ്.
ഉപദേശിക്കുമ്പോൾ നമ്മൾ ഇന്റിമേറ്റ് സോണിലാവണം, ഏറ്റവും അടുത്ത സ്ഥലത്താവണം. രണ്ടാമത് സൂക്ഷിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിക്കുമ്പോൾ സൂക്ഷിച്ചിരുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനമായിരുന്നു ആരെ ഉപദേശിക്കുകയാണെങ്കിലും അവരുടെ ഒരു നന്മ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിക്കാറുള്ളൂ. സംസാരം തുടങ്ങുക എപ്പോഴും അവരുടെ നന്മ പറഞ്ഞിട്ടാണ്. ഒരുപാട് ഹദീസുകൾ തുടങ്ങുന്നത്, ഉപദേശിച്ച ഹദീസുകൾ തുടങ്ങുക നിഅമർ റജുൽ എന്ന് തുടങ്ങിയിട്ടാവും. പുതിയ കമ്മ്യൂണിക്കേഷന്റെ രീതിയിലൊക്കെ ഈ ഭാവവും രൂപവും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത് മദീനയുടെ ശൈലിയാണ്. ഒരാളോട് പറയുമ്പോ ആദ്യം അയാളുടെ നന്മയെ കുറിച്ചൊന്ന് പറയുക, അല്ലെങ്കിൽ അവരോടൊന്ന് സ്നേഹം പ്രകടിപ്പിക്കുക. നമ്മൾ കുട്ടിയോട് ചെന്നിട്ട് എന്താടാ അങ്ക് പ്രായപൂർത്തിയായില്ലേ, അന്തം വെക്കാൻ സമയമായില്ലേ എന്ന് ചോദിച്ചാൽ ആരും മാറില്ല. അങ്ങാടിയിലെ ഓവാല കമ്മിറ്റിയിലിരിക്കുന്ന ചെറുപ്പക്കാരോട് 10 ആള് പോയി ചീത്ത പറഞ്ഞാലോ, നമ്മളെല്ലാവരും കൂടി അവർക്കെതിരെ പ്രസംഗിച്ചാലൊന്നും മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. പകരം പരിഹാരം എന്താ? അവരെ അടുക്കൽ നമ്മൾ പോയിരിക്കണം, അവരോടൊന്ന് സംസാരിക്കണം. അത് മഹല്ല് കമ്മിറ്റിയാണെങ്കിലും, അത് നമ്മുടെ ഉസ്താദുമാരാണെങ്കിലും, ഉമറാക്കളാണെങ്കിലും, സംഘടനാ പ്രവർത്തകരാണെങ്കിലും എല്ലാവരും സൂക്ഷിക്കേണ്ട ശൈലിയാണ്. നമ്മൾ സമീപത്ത് ചെന്നിരിക്കണം, എന്നിട്ട് സ്നേഹത്തോടെ ഇടപെടണം. അതായിരുന്നല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥിരമായി ഉണ്ടാകുന്ന ഒരാളെ കാണാനില്ല. അന്വേഷിച്ചപ്പോൾ അയാൾ മദ്യപിക്കുകയാണെന്നറിഞ്ഞു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചെയ്ത പണി എന്താണെന്നറിയോ? ഉമറുൽ ഫാറൂഖ് തങ്ങൾ അവരെ ആക്ഷേപിച്ചില്ല, അവരെ കുറ്റം പറഞ്ഞില്ല. പകരം ഒന്നാമത് അദ്ദേഹത്തിന് ഒരു കത്തെഴുതി. ആ കത്തിൽ ലഹരിയെ കുറിച്ചൊരു വാക്ക് പോലും പറഞ്ഞില്ല. ആ കത്തിലുള്ളത് അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്താണ്. ഗാഫിറു ദംബി വഖാബിലു തൗബി ശദീദുൽ ഇഖാബ് എന്ന് ഖുർആൻ പറയുന്ന ഒരു ആയത്ത്. അല്ലാഹു ദോഷം പൊറുക്കുന്നവനാണ്, തൗബയെ സ്വീകരിക്കുന്നവനാണ്, അല്ലാഹു നന്നായി ശിക്ഷിക്കുന്നവനുമാണ് എന്ന ആയത്താണുള്ളത്. രണ്ടാമത് അതിലുള്ളത്, ആ കത്തിൽ രണ്ടാമത് ഉമർ തങ്ങൾ ചെയ്ത പണി, കൂടെയുള്ള ആളുകളെയൊക്കെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ദുഅല്ലാഹു ലി അഖീകും, നമ്മളെ കൂട്ടുകാരന് വേണ്ടി നമ്മളൊന്ന് ദുആ ചെയ്യാം. അല്ലാഹു അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിക്കാൻ നമുക്കൊന്ന് ഒന്നിച്ചിരുന്ന് ദുആ ചെയ്യാം എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നമ്മുടെ അയൽവാസി ഒരാള് മോശാന്നറിഞ്ഞു, നമുക്ക് നേരെ പോയി ഉപദേശിക്കാൻ കഴിയൂല എങ്കിൽ നമ്മളെ വീട്ടിൽ അടുക്കളയില് ഭക്ഷണം പാകം ചെയ്യുമ്പോ അയാളെ ന്യൂനത ചർച്ച ചെയ്യുകയല്ല വേണ്ടത്. നമ്മളെല്ലാവരും ജമാഅത്തായി ഒന്ന് നിസ്കരിച്ചിട്ട് നമ്മൾ ദുആ ചെയ്യ, പടച്ചോനെ എന്റെ അയൽവാസിയാണ്, അയാൾക്കൊരു കുറവുണ്ടായിട്ടുണ്ട്, ഒരു മുഅ്മിനായ സഹോദരനാണ്, അവരുടെ തെറ്റ് പുറത്തു കൊടുക്കണം, അവരെ ഖൽബ് നന്നാക്കി കൊടുക്കണം എന്ന് ദുആ ചെയ്യാനുള്ള മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കുന്നിടത്താണ് പ്രിയപ്പെട്ട മുഅ്മിനെ നമ്മുടെ ഹൃദയത്തിൽ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ശൈലിയും രീതിയും നമ്മൾ സ്വീകരിക്കുന്നവരായി തീരുന്നത്. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരാള് മദ്യപിക്കുന്ന ടീമിൽ ട്രാപ്പിൽ വീണുപോയി എന്നറിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പള്ളിയിൽ ഒരുമിച്ചിരുന്ന ഒരു 10 ആള് കൂടി പടച്ചോനെ ആ മനുഷ്യൻ നന്നാവാൻ വേണ്ടി നമ്മൾ കുറച്ച് ഇസ്തിഗ്ഫാർ ചെയ്യല്ലേ, ദുആ ചെയ്യല്ലേ എന്ന് പറയാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കാറുണ്ടോ എന്ന് ആലോചിച്ചു നോക്കണേ. അയൽവാസിക്ക് കുറവുണ്ടെന്ന് അറിഞ്ഞാൽ, അമ്മായിമ്മക്ക് കുറവുണ്ടെങ്കിൽ ഭർത്താവിനോടും, മരുമകൾക്ക് കുറവുണ്ടെങ്കിൽ മക്കളോടും പരസ്പരം പറഞ്ഞ് അതിങ്ങനെ പ്രശ്നമാക്കാനൊന്നും കുടുംബത്തിന്റെ അകത്ത് ശ്രമിക്കുന്നതിന് പകരം നമ്മളെല്ലാവരും ഏത് ബന്ധത്തിലും, മക്കളുടെ ന്യൂനതയാവട്ടെ, മരുമക്കളുടെ ന്യൂനതയാവട്ടെ, അയൽവാസിയുടെ കുറവാകട്ടെ, കുടുംബത്തിലുള്ള കുറവുകളാവട്ടെ, എല്ലാത്തിലും നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് അത് നന്നാവാൻ നിഷ്കളങ്കമായ ദുആ ആണ് വേണ്ടത്. പരിഹാസങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ന്യൂനതകൾ ചർച്ച ചെയ്യലോ വിശ്വാസിയുടെ സ്വഭാവത്തിന്റെ രീതിയല്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ നല്ല ഹൃദയശുദ്ധിയുള്ള ബന്ധങ്ങളായി നമുക്കിടയിലെ ബന്ധങ്ങളെല്ലാം മാറണം. വീട്ടില്, സമൂഹത്തില്, സാമൂഹിക ചുറ്റുപാടിലൊക്കെ ഈ രീതിയിലുള്ള സ്വഭാവ സംസ്കരണങ്ങൾ വരണം. അങ്ങനെ അല്ലാഹുവിലേക്ക് വിളിക്കുന്നവരും ക്ഷണിക്കുന്നവരുമായി നമ്മൾ മാറണം. ആരോട് സംസാരിക്കുമ്പോഴും നിബിതങ്ങളുടെ ശൈലിയാവണം ഉണ്ടാവേണ്ടത്. പുഞ്ചിരിക്കാൻ പിശുക്കരുത്, കൈ കൊടുക്കാൻ പിശുക്കരുത്, സലാം പറയാൻ പിശുക്കരുത്, വിശേഷം അന്വേഷിക്കാൻ പിശുക്ക് കാണിക്കരുത്. അതൊക്കെ കഴിഞ്ഞ ഒരാളോട് സംസാരം തുടങ്ങാവോ? അങ്ങനെയാണല്ലോ നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന ശൈലിയും. ആ ശൈലി സ്വീകരിക്കാൻ നമ്മളും തയ്യാറാവണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു പരമാവധി മൂടി വെക്കാറില്ലേ? നമ്മൾ പരസ്യമാക്കാതെ നമ്മുടെ തിന്മകൾ പരസ്യമാകാറുമില്ലല്ലോ. പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ ന്യൂനത പരസ്യമാക്കാൻ ശ്രമിച്ചാൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യഫ്ലഹു ഫീ ബൈതിഹി, മറ്റൊരാളുടെ ന്യൂനതയുടെ പിന്നാലെ പോകുന്നവൻ അവനവന്റെ വീട്ടുകാരെ മുമ്പിൽ ഒരു കാലത്ത് പരിഹാസ്യനാവും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ
ഹദീസ് വളരെ ഗൗരവമുള്ള ഹദീസാണ്. മറ്റൊരാളെ ന്യൂനതന്റെ പിന്നാലെ പോയാൽ സ്വന്തം ഭാര്യയുടെ മുമ്പിൽ, സ്വന്തം ഉമ്മാന്റെയും ഉപ്പാന്റെയും മുമ്പിൽ അവൻ പരിഹസിക്കപ്പെടുന്ന ഒരു സമയം വരാനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. നമ്മിൽ തന്നെ ധാരാളം ന്യൂനതകൾ ഉണ്ടല്ലോ. അള്ളാഹുവിന്റെ സ്വഭാവം നമ്മൾ പഠിക്കുക. ഓർക്കണേ, പരലോകത്ത് മുഅ്മിനീങ്ങളെയൊക്കെ അള്ളാഹു അടുത്ത് വിളിച്ചിരുത്തും. എന്നിട്ട് അല്ലാഹു തആല പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഓരോ തിന്മയും അല്ലാഹു കാണിച്ചു തരും. ഹദീസിൽ കാണാം, ഓരോ തിന്മയും കാണിച്ചു തരും. എന്നിട്ട് ചോദിക്കുമ്പോൾ താരിഫ് കഥ, എടാ ഇങ്ങനെ ചെയ്തിരുന്നല്ലോ, നിനക്ക് ഓർമ്മയുണ്ടോ? അവൻ പറയും, അതെ റബ്ബി, ഐ റബ്ബി ആരിഫ്, പടച്ചോനെ എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറയുമ്പോൾ അല്ലാഹു അവനോട് പറയുന്ന ഒരു വർത്തമാനം ഇങ്ങനെയാണ്: അത് സതർതുഹാ ലക ഫിദ്ദുനിയാ വഅന അഗ്ഫിറുഹാ ലകൽ യൗം. ഞാൻ ദുനിയാവിൽ ഇതൊക്കെ മൂടി വെച്ചില്ലേ, ഞാൻ പരലോകത്ത് ഇതൊക്കെ മാപ്പ് നൽകുകയാണ് എന്ന് പറഞ്ഞ് സത്യവിശ്വാസിക്ക് ആനന്ദം നൽകുന്ന റബ്ബുണ്ട് എനിക്കും നിങ്ങൾക്കും. പാപങ്ങളെ പരസ്യമാക്കൽ ഒരിക്കലും ആഗ്രഹിക്കാത്ത റബ്ബ്. ഞാൻ ചെയ്ത പാപം ഞാൻ പറയൽ തന്നെ അല്ലാഹുവിന് ഇഷ്ടമല്ലെങ്കിൽ, ഞാൻ ചെയ്ത പാപം മറ്റൊരാൾ പറയൽ അല്ലാഹുവിന് ഒരിക്കലും ഇഷ്ടമാവില്ലല്ലോ. നമ്മിൽ ആരുടെ വിഷയത്തിലും അങ്ങനെയാണ്. നമ്മുടെ പാപം നമ്മൾ പറയൽ തന്നെ അല്ലാഹുവിന് ഇഷ്ടമല്ലെങ്കിൽ, നമ്മൾ മറ്റൊരാളെ പാപം പറയൽ അതിന്റെ എത്ര ഇരട്ടി ഗൗരവമാകും എന്നോർക്കണേ മുഅ്മിനീങ്ങളെ. ഒരിക്കലും കുറവുകളുടെ പിന്നാലെ പോകുന്ന അവസ്ഥ നമ്മിൽ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കുക. നമ്മെ സ്നേഹിച്ചവൻ റബ്ബല്ലേ. നമ്മുടെ കാര്യങ്ങളെ നമ്മേക്കാളേറെ താല്പര്യത്തോടെ നോക്കിയവൻ അല്ലാഹുവല്ലേ. നമുക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്തു വെച്ചിട്ടുള്ളത്? നമുക്ക് വേണ്ടിയുള്ള കണ്ണ് നമ്മൾ സംവിധാനിച്ചതല്ലല്ലോ, നമുക്കുള്ള കാത് നമ്മൾ സംവിധാനിച്ചതല്ലല്ലോ, നമുക്കതുണ്ടായതിലോ വളർന്നതിലോ പ്രവർത്തിക്കുന്നതിലോ ഒരു പങ്കുമില്ലല്ലോ. എല്ലാത്തിന്റെയും ഉടമസ്ഥൻ അല്ലാഹു മാത്രമല്ലേ. ഈ കണ്ണ് എന്റേതാണെന്ന് പറയാൻ എനിക്കെന്താണ് ഇതിൽ അധികാരമുള്ളത്? ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഇത് ഞാൻ ഏറ്റവും നല്ല കമ്പനിയുടേത് ഫിറ്റ് ചെയ്തതല്ല, ഇത് ഞാൻ ഏറ്റവും നല്ല ആളുകളെ വെച്ച് പണിയെടുപ്പിച്ചതല്ല, മറിച്ച് ഇതിന്റെ മാലിക് ഒരാൾ മാത്രമാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഉടമസ്ഥത അല്ലാഹുവിന്റെ കയ്യിലാണ്. ഇതിന് എന്ന് നിൽക്കണം അല്ലാഹു തീരുമാനിക്കും. ഇത് എപ്പോൾ ഓപ്പൺ ആവണം, എപ്പോൾ ക്ലോസ് ആവണം അല്ലാഹു തീരുമാനിക്കും. ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും 10-ലധികം തവണ നമ്മൾ കണ്ണ് അടക്കുകയും തുറക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ആരുടെയെങ്കിലും നിയന്ത്രണത്തിലാണോ? അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലല്ലേ. നമ്മുടെ കാര്യമെല്ലാം അല്ലാഹുവിന്റേതാണ്, നമ്മളെല്ലാം അല്ലാഹുവിനുള്ളതാണ്. അതുകൊണ്ടാണ് ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇന്നാ ലില്ലാഹ്, ഞങ്ങളാരും ഞങ്ങളുടേതല്ല, ഞങ്ങളൊക്കെ അല്ലാഹുവിന്റേതാണ്. ഞങ്ങളിൽ ഞങ്ങളുടേതൊന്നുമില്ല, ഞങ്ങളിൽ ഉള്ളതെല്ലാം അല്ലാഹുവിന്റേതാണ്. അതുകൊണ്ട് നമ്മൾ ആരും കിബ്ർ നടിച്ച് നടക്കേണ്ട ആളുകളല്ല, നമ്മിൽ ആരും ഹസദോടെ ജീവിക്കേണ്ടവരല്ല. നമ്മിൽ ഒരാൾക്കും നമ്മുടെ ശരീരത്തിലുള്ള ഒന്നിലും പരിപൂർണമായി ഉടമസ്ഥതയില്ല. പിന്നെ എങ്ങനെ ഇത് നമുക്ക് തോന്നിയ പോലെ ഉപയോഗിക്കും? തോന്നിയ പോലെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ സ്വയം ഉണ്ടാക്കിയതോ നമ്മൾ നിലനിർത്തുന്നതോ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നതോ എങ്കിലും ആവണ്ടേ. ഒന്നുമല്ലല്ലോ എല്ലാം നിയന്ത്രിക്കുന്നവൻ, എല്ലാം തന്നവൻ, എന്ന് തിരിച്ചെടുക്കണമെന്ന് തീരുമാനിക്കുന്നവൻ അത് അല്ലാഹുവല്ലേ. നിങ്ങളൊന്ന് എണീറ്റ് നടക്കണമെന്ന് ആഗ്രഹിച്ചാൽ നിങ്ങളെ ശരീരത്തിൽ ഊർജമുണ്ട്, പക്ഷേ ഊർജമുള്ളത് ആമാശയത്തിന്റെ അകത്ത് ഗ്ലൂക്കോജനായിട്ടാണ്. അതിനെ ഗ്ലൂക്കോസ് ആക്കണം, എന്നിട്ട് അതിനെ രക്തത്തിലൂടെ സഞ്ചരിപ്പിക്കണം, അത് എനർജിയാക്കി മാറ്റണം. ആരായി പണിയെടുക്കുക? ഞാനും നിങ്ങളും നമുക്ക് വേണ്ടി ചെയ്യാറില്ലല്ലോ. എന്നാൽ ചെയ്യുന്ന ഒരാളുണ്ട്. നമ്മുടെ കാര്യം ഈ പ്രപഞ്ചം മൊത്തം നോക്കുന്നതിന്റെ ഇടയിൽ 600 കോടി ജനങ്ങൾക്ക്, അതിലേറെ ജീവജാലങ്ങൾക്ക്, അതിലേറെ ഭൂമിയേക്കാളേറെ ഈ ഒരുപാട് മനുഷ്യരെക്കാളേറെ ഒരുപാട് ഗാലക്സികളെ കൈകാര്യം ചെയ്യുന്ന, ഒരുപാട് ലോകം കൈകാര്യം ചെയ്യുന്ന അല്ലാഹു എല്ലാ തിരക്കുമുണ്ടായാലും കുല്ലയൗമിൻ ഹുവ ഫീ ഷൈഇൻ, എന്നും അല്ലാഹുവിന് ഡ്യൂട്ടി ഉണ്ടായാൽ പോലും നമ്മെ ഒരു സെക്കൻഡ് മറക്കാതെ നമുക്ക് ആവശ്യമായത് നൽകുന്ന അല്ലാഹുവില്ലേ. ആ റബ്ബ് എന്ത് പറഞ്ഞോ അവിടെ നിൽക്കുന്നിടത്തേക്ക് നമ്മൾ മാറണം. നമ്മുടെ കാര്യം തീരുമാനിക്കാൻ നമ്മളല്ല നല്ലത്, അല്ലാഹു ആണെന്ന് നമ്മൾ അറിയണം. നമ്മൾ എന്ത് ചെയ്യണം എന്ന അഭിപ്രായം പറയാൻ നമ്മളല്ല നല്ലത്, അല്ലാഹു ആണെന്ന് തിരിച്ചറിയണം. ആ റബ്ബിലേക്ക് നമ്മൾ അടുക്കണം. അവസാനം പരലോകത്തെത്തുമ്പോൾ ആ റബ്ബിന്റെ സന്തോഷത്തോടെ, റബ്ബിന്റെ റിളയിലായി അഷ്റഫുൽ ഖൽഖിന്റെ കൈപിടിച്ച് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം സ്വർഗ്ഗത്തിൽ വരുന്ന മനുഷ്യൻ, നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം സ്വർഗ്ഗത്തിലേക്ക് വരുന്ന മനുഷ്യൻ, സ്വർഗ്ഗത്തിന്റെ പുറത്ത്, സ്വർഗ്ഗത്തിന്റെ മുറ്റത്ത് മനോഹരമായ ഒരു മരവും മരുവിയും പഴങ്ങളും കാണും. അവിടെ അവനിങ്ങനെ നിൽക്കുന്ന സമയം നമ്മുടെ റബ്ബ് കാണിക്കുന്ന ഒരു നിലപാടുണ്ട് മുഅ്മിനെ. നമ്മുടെ റബ്ബാരാണെന്ന് നമ്മൾ ആലോചിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനമായി വരുന്ന ആൾ അഥവാ സത്യവിശ്വാസികളിലെ ഏറ്റവും ഫ്രോഡായ മനുഷ്യൻ എന്നർത്ഥം. അവരാണല്ലോ ഏറ്റവും കൂടുതൽ കാലം നരകത്തിൽ കിടക്കേണ്ടി വരിക. അവര് സ്വർഗ്ഗത്തിന്റെ മുറ്റത്തെത്തും. അവിടെ മനോഹരമായ ഒരു മരവും മരുവിയും കാണും.
ആ മരത്തിന്റെ താഴെ അവൻ നിൽക്കും. ആ മരവും മരുവിയും കാണുമ്പോൾ അള്ളാഹിനോട് പറയും, പടച്ചോനെ എന്നെ ആ മരത്തണലിൽ വരെ എത്തി. അവൻ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അതിനേക്കാൾ മനോഹരമായ ഒരു മരവും അരുവിയും ഒക്കെ കാണുക. അപ്പൊ അള്ളാഹിനോട് പറയും, പടച്ചോനെ ഈ മരത്തണൽ മാറ്റി അങ്ങോട്ട് മാറ്റിത്തരാമോ? അള്ളാഹു തആല മരവും മരുവിയും കാണുക. അപ്പൊ അള്ളാഹിനോട് പറയും, പടച്ചോനെ ആ മരത്തണലിലേക്ക് എത്തിച്ചു തരുമോ? അപ്പോൾ അള്ളാഹു പറയും, നീ എന്നോടൊന്നും ചോദിക്കൂല എന്നൊക്കെ പറഞ്ഞ ആളല്ലേ, എന്നാൽ ഈ ചോദിച്ച സ്ഥിതിക്ക് അങ്ങോട്ട് പോയിക്കോളൂ. അവിടെ ഇങ്ങനെ കുറെ സമയം ചെലവഴിക്കുമ്പോ സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധവും ശബ്ദങ്ങളും അവൻ അനുഭവിക്കും. അപ്പൊ അള്ളാഹിനോട് പറയും, യാ റബ്ബിയൽ ജന്ന, പടച്ചോനെ എനിക്ക് നീ ആ സ്വർഗം കൂടി അങ്ങ് തരുമോ? അപ്പൊ അള്ളാഹ് പറയും, ഉദ്ഖുലുൽ ജന്ന, ഈ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന്. ഈ സ്നേഹമുള്ള റബ്ബാണ് നമ്മുടെ റബ്ബ്. ദുനിയാവിലും അള്ളാന്റെ നടപടി ഈ രീതിയിലാണ്. അള്ളാഹുവിന്റെ ശൈലൃതമാക്കുകയും മോശമായ ചിന്ത കൊണ്ട് കൽബിനെ മോശമാക്കാതിരിക്കുകയും ചെയ്യാൻ ശ്രമിച്ചാൽ ഹൃദയശുദ്ധിയോടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധ്യമാകും. ആദരിക്കുകയും ചെയ്യാൻ ശ്രമിച്ചാൽ ഹൃദയശുദ്ധിയോടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധ്യമാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഉലമാക്കൾ, ആലിമീങ്ങൾ, സാദാത്യങ്ങൾ, പ്രവർത്തകർ, ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. എല്ലാവരും ഹറാമായ ചിന്തക്കുള്ള അവസരങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ഖൈറായ ചിന്ത കൂടുതൽ വരാനുള്ള അവസരങ്ങളിലേക്ക് പരമാവധി എത്തിച്ചേരാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും ദീനി സംവിധാനങ്ങളുടെ കൂടെയൊക്കെ ചെറുപ്പക്കാര്, പുതിയൊരു തലമുറ, ഞാൻ ആരെയും ആക്ഷേപിക്കല്ല, പുതിയൊരു തലമുറക്ക് പല സാധ്യതയുണ്ടാവും. പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഒഴിവ് സമയങ്ങളൊക്കെ ദീനി സംരംഭങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കുക. ദീനി സംരംഭങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് ഹറാം ചിന്തിക്കാനുള്ള ചാൻസ് കുറയും, ഖൈറല്ലാത്തത് പറയാനുള്ള ചാൻസ് കുറയും, മോശമായത് ചെയ്യാൻ നമുക്ക് ടൈം ഉണ്ടാവില്ല. ഒഴിവ് സമയമാണല്ലോ നമ്മുടെയൊക്കെ മോശം ചിന്തകളുടെ ആധാരം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഉപവിഭാഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ധാരാളം ഉണ്ടാകും. അതിലൊക്കെ പ്രവർത്തിക്കുന്ന, മഹല്ലത്തിന് വേണ്ടി ഖിദ്മ ചെയ്യുന്ന, ബഹുമാനപ്പെട്ട നമ്മുടെ മദ്രസ സംവിധാനങ്ങൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന നല്ല മക്കളായി പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമ്മൾ മാറുക. അത് നമുക്ക് എത്രയോ മുഅ്മിനീങ്ങളെ ദുആ കിട്ടാൻ വഴിയാണ്. അത് ഒരുപാട് സ്വാലിഹീങ്ങൾ നമുക്ക് വേണ്ടി നമ്മളറിയാതെ ദുആ ചെയ്യാനുള്ള വഴിയാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് അതുവഴി ഒരുപാട് മുഅ്മിനീങ്ങളുടെ ദുആയും പ്രാർത്ഥനയും ലഭ്യമാകാനുള്ള മാർഗമാണ്. അങ്ങനെ ദീനീ ഖിദ്മത്തിന് സമയം ചെലവഴിച്ച് നമ്മുടെ ഹൃദയത്തെ ഖൈറല്ലാത്തത് ചിന്തിക്കാൻ ചാൻസ് കൊടുക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, വിജയികളിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, ഉസ്താദുമാർ, മരണപ്പെട്ടു പോയ ആളുകൾ, അല്ലാഹുവേ നീ അവർക്ക് മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ, മർഹമത്ത് നൽകണം റഹ്മാനെ. ഒരു ചെറുപ്പക്കാരൻ, സമസ്തയുടെ ഒരു പ്രവർത്തകൻ, എൻ്റെ ഒരു സുഹൃത്ത് കാലിന് ക്യാൻസർ ബാധിച്ച് കാല് മുറിച്ചു മാറ്റേണ്ടി വരുമോ എന്ന ഭയത്തിലാണുള്ളത്. അല്ലാഹു ശിഫ നൽകണം റഹ്മാനെ. ഒരു രോമത്തിന് പോലും അപകടം സംഭവിക്കാതെ അല്ലാഹുവേ നീ പൂർണ്ണമായ ശിഫ ആ സഹോദരന് പ്രദാനം ചെയ്യണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ഉമ്മമാര്, ഉപ്പമാര്, ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവരുണ്ട് റബ്ബേ, നീ അവരെ ഖബർ റഹ്മത്തിലും റാഹത്തിലും സന്തോഷത്തിലും ആക്കണം റഹ്മാനെ. ദുആ ചെയ്യണമെന്ന് ഒരുപാട് ആളുകൾ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെയും അവരുടെയും മുറാദുകളൊക്കെ നിന്റെ മഹ്ലായ ഫദ്ൽ കൊണ്ട് ഹാസിലാക്കി തരണം റഹ്മാനെ. മരിക്കുന്ന സമയം അല്ലാഹുവേ ആരും ഞങ്ങളെ കൂടെ വരില്ല എന്ന് ഞങ്ങൾക്കറിയാം. പടച്ചോനെ, ഭാര്യമാരോ മക്കളോ ആരും ഞങ്ങളെ കൂടെ വരില്ല എന്നറിയാം. ആഴ്ചയിൽ സിയാറത്ത് ചെയ്യാൻ വരുന്നവരിൽ ഒരു 10 മിനിറ്റേ ഞങ്ങളെ കൊണ്ട് ശുഗലാകുള്ളൂ. ബാക്കി സമയത്തൊക്കെ ഞങ്ങളെ കൂടെ നിൽക്കാൻ നീ മാത്രമേ ഉണ്ടാവൂ റബ്ബേ. നീ ഞങ്ങളെ കൂടെ നിൽക്കണേ റബ്ബേ. നീ ഞങ്ങളെ കൂടെ നിന്നില്ലെങ്കിൽ ഞങ്ങളെ കൂടെ ആ ഇരുട്ടറയിൽ ആരുണ്ടാവില്ല റബ്ബേ. ഞങ്ങൾക്ക് വെളിച്ചമാകാൻ നീ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന വസിയത്തോടു കൂടെ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി